ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു കൃഷ്ണാനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. എനിക്കേറെ പ്രിയപ്പെട്ട, എനിക്ക് ഏറെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൃഷ്ണാനുഭവമാണ്. അവർക്ക് അവരുടെ പേര് വെളിപ്പെടുത്തുന്നത് ഇഷ്ടമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ ഒരുപാട് പേർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭഗവാന്റെ ഗുരുവായൂരിലേക്ക് എത്തുന്ന ഒരുപാട് ഭക്തർക്ക് അവരുടെ ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ല. ആരെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും അവർ വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒന്നും ഇച്ഛിക്കാതെ ചെയ്യുന്ന സഹായമാണ്. എല്ലാ ദിവസവും ഭഗവാനെ കണ്ട് തൊഴുന്ന ഒരു പാവപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി. ഞാൻ അവരെ ചേച്ചി എന്നാണ് വിളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു മുൻജന്മ ബന്ധം പോലെയാണ്. സത്യം പറഞ്ഞാൽ എവിടെയോ ഞാൻ അവരെ ഏതോ ജന്മത്തിൽ എനിക്ക് വളരെ അടുത്ത ആരോ ആണ് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ അങ്ങനെ എന്തോ ഒരു ബന്ധമുണ്ടായത് കൊണ്ടായിരിക്കാം ഈ ജന്മത്തിലും എവിടെയോ കിടക്കുന്ന ഞാൻ അവരിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായി മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പേര് വെളിപ്പെടുത്തുന്നില്ല. അവർക്ക് പേര് വെളിപ്പെടുത്തുന്നത് താല്പര്യമില്ല എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ചിട്ടാണ്, അവരുടെ ആ ഒരു കൃഷ്ണാനുഭവമാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും ഗുരുവായൂർ പോകാറുണ്ട് കേട്ടോ. ഭഗവാനെ ദർശിക്കാറുണ്ട്. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പോവാറുണ്ട്. അശുദ്ധിയല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഭഗവാനെ ദർശിക്കാറുണ്ട്. അങ്ങനെ ഭഗവാനൊക്കെ ദർശിച്ച് ഞാനും ചേച്ചിയും കുറച്ച് സമയം ഒരു ദിവസം ഓഡിറ്റോറിയത്തിൽ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചിയുടെ കൃഷ്ണാനുഭവം എന്നോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ചർച്ചയിൽ വരികയാണ്. ഞാൻ പറയുകയാണ്, ചേച്ചി ഓടക്കുഴലുള്ള കണ്ണനെ നമ്മുടെ ഗ്രഹത്തിൽ വെക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട്. ഈ ഓടക്കുഴൽ എഴുതുന്ന കണ്ണനാവുമ്പോൾ ഗൃഹത്തിൽ ഉള്ള ധനം അതുപോലെ ഊതിപ്പോകുമെന്നൊക്കെ ഒരു അന്ധവിശ്വാസമുണ്ട്. എന്താണ് ചേച്ചിക്ക് ഇതിനോടുള്ള അഭിപ്രായം എന്താണ്? കാരണം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിരവധി ഓടക്കുഴലുള്ള ഉണ്ണിക്കണ്ണന്മാരുണ്ട്. പല രൂപത്തിലുള്ള കണ്ണന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയോട് ഞാൻ ഈ സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറയാണ്, ഓടക്കുഴലില്ലാത്ത കണ്ണൻ എന്ന് പറയുന്നത് ഒരിക്കലും കൃഷ്ണൻ പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. ഭഗവാന് ഓടക്കുഴൽ തീർച്ചയായിട്ടും വേണം. ഓടക്കുഴലില്ലാത്ത കണ്ണൻ ഒരിക്കലും ഭഗവാന് പൂർണ്ണമാവില്ല. അതെല്ലാം അന്ധവിശ്വാസമാണെന്നുള്ളതാണ്. ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം കൂടി പങ്കുവച്ചിട്ട് എന്നോട്. ചേച്ചി പറയുന്നത്, ചേച്ചിയുടെ വീട്ടിൽ ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. അതിനെ ഓടക്കുഴൽ എങ്ങനെയോ താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ചേച്ചി അവരുടെ ഭർത്താവിനോട് പറയുകയാണ്, അയ്യോ ഭഗവാന്റെ ഓടക്കുഴൽ പൊട്ടി, പിന്നെ നാളെ ഗുരുവായൂർ പോകുമ്പോൾ എന്തായാലും അവിടുന്ന് നല്ലൊരു ഓടക്കുഴൽ വാങ്ങിക്കണം എന്നൊക്കെ പറയാണ്. പക്ഷേ അവരെല്ലാ ദിവസവും ഗുരുവായൂർ പോവാറുണ്ട്. പക്ഷേ ഓടക്കുഴൽ വാങ്ങാൻ മറന്നുപോകും. അങ്ങനെ ഒരു ദിവസം ഭഗവാനെ ഈ ഓടക്കുഴലൊക്കെ സമർപ്പിക്കുമ്പോൾ ലേലം ചെയ്യല്ലോ, ഭഗവാന് സമർപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും. അങ്ങനെ ലേലം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം അവരുടെ ഭർത്താവ് ലേലത്തിൽ ഒരു ഓടക്കുഴൽ പിടിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ആ ഓടക്കുഴൽ വെക്കുമ്പോൾ അവിടുത്തെ ആ ഉണ്ണിക്കണ്ണന് ആ ഓടക്കുഴൽ മാച്ച് ആവുന്നേ ഇല്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ ഈ കണ്ണൻ ഇത് മാച്ച് ആവുന്നില്ല, ഈ ഓടക്കുഴൽ കണ്ണൻ ഒട്ടും ചേരുന്നില്ല. ഭഗവാന് ചേരുന്ന ഓടക്കുഴൽ ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാം. എന്തായാലും ഭഗവാന് ചേരുന്ന ഓടക്കുഴൽ തന്നെ വാങ്ങിക്കണം. ചേച്ചിക്ക് നിർബന്ധം, ഭഗവാൻ എങ്ങനെയെങ്കിലും ഓടക്കുഴൽ വേണം എന്നുള്ള നിർബന്ധം കേട്ടോ. പക്ഷേ എപ്പോൾ പോവുകയാണെങ്കിലും മറന്നു പോകും. എല്ലാ ദിവസവും പോവാറുണ്ട്, ഭഗവാനെ തൊഴും. പക്ഷെ കടയിൽ പോയിട്ട് ഓടക്കുഴൽ വാങ്ങാനുള്ള കാര്യം മറന്നു പോകും എന്നുള്ളതാണ്. പക്ഷെ വീട്ടിലെത്തുമ്പോഴാണ് ഓടക്കുഴലില്ലാത്ത ഉണ്ണിക്കണ്ണനെ കാണുമ്പോഴാണ് ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ കാര്യം ചേച്ചിക്ക് ഓർമ്മ വരിക. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പോവാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. അന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുന്നത് ഓടക്കുഴലൊക്കെ പിടിച്ചിട്ടുള്ള ഉണ്ണിക്കണ്ണനാണ്. അങ്ങനെ ഭഗവാനെ ഇങ്ങനെ കണ്ട് നന്നായിട്ട് തൊഴുതൊക്കെ ചെയ്ത് അങ്ങനെ തിരിയാൻ നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ ആ കയ്യിലുള്ള ഓടക്കുഴൽ താഴേക്ക് വീഴുന്നത് കാണുന്നത്. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നത് ചേച്ചി കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അങ്ങനെ വീഴുന്നത് കണ്ടു. ചേച്ചി പെട്ടെന്ന് അതൊന്നും ഓർമ്മ വന്നില്ല. ചേച്ചി അങ്ങ് തൊഴുത് കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമസ്കരിക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് ചിന്തിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്, എനിക്ക് ഓടക്കുഴൽ മേടിക്കാനുണ്ടല്ലോ, എൻ്റെ വീട്ടിലിരിക്കുന്ന ആ കണ്ണന് ഓടക്കുഴലില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരണത്.
അപ്പോൾ ഭഗവാൻ അത് ഓർമ്മിപ്പിച്ചതാണ്. ഭഗവാന് എന്നും ചേച്ചി മറന്നു പോവാറാണ് പതിവ്. എന്ന് പോകുമ്പോഴും എന്ന് വരുമ്പോഴും ഭഗവാന്റെ ആ ഓടക്കുഴൽ വാങ്ങിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകും. വീട്ടിലെത്തുമ്പോഴാണ് ഇതിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, കയ്യിലുള്ള ഓടക്കുഴൽ അങ്ങോട്ട് താഴേക്ക് വീഴ്ത്തി കൊടുത്തു. അങ്ങനെയെങ്കിലും ഇവരിത് ഓർക്കട്ടെ, ചേച്ചി ഇത് ഓർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പം തന്നെ ചേച്ചി പോയിട്ട് ഭഗവാന് പാകമുള്ള ഒരു ഓടക്കുഴൽ വാങ്ങിക്കുകയാണ്. ചേച്ചി പറയുന്നത് ഓടക്കുഴലില്ലാതെ ഉണ്ണിക്കണ്ണൻ കൃഷ്ണൻ പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളതെല്ലാം അന്ധവിശ്വാസമാണ്. ഓടക്കുഴലുള്ള ഉണ്ണിക്കണ്ണനെ വീട്ടിൽ വെക്കാൻ പാടില്ല, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ധനം ഒഴുകിപ്പോകും, വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയുന്നത് അന്ധവിശ്വാസമാണ്. ഭഗവാന്റെ വിഗ്രഹത്തിൽ ഓടക്കുഴൽ വേണം. പലരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, ഭഗവാനെ ഇങ്ങനെ കാലുകളൊക്കെ പിണച്ചിട്ട് ഓടക്കുഴൽ ഊതുന്ന പോസായിരിക്കും, പക്ഷേ അവിടെ ഓടക്കുഴലെടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി മറ്റു ചിലർ ചെയ്യുന്നതാണ്, ഓടക്കുഴൽ ഊതുന്ന കണ്ണനാണെങ്കിൽ പൂജാ റൂമിൽ വെക്കില്ല, എന്നിട്ട് പകരം എന്താ ചെയ്യുക വെച്ചാൽ അവിടുത്തെ ഷോക്കേസിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഭഗവാനെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മിക്ക ആളുകളും പറയുന്നത്, ഓടക്കുഴലുള്ള ഉണ്ണിക്കണ്ണനെ പൂജാ റൂമിലൊന്നും വെക്കാൻ പാടില്ല, വീട്ടിൽ ധനവരവുണ്ടാവില്ല, വീട്ടിലുള്ള ധനത്തിനെ പോലും ആ ഓടക്കുഴലിൽ ഊതിയിട്ട് പുറത്ത് കളയും എന്നുള്ള ഒരു അന്ധവിശ്വാസം. സത്യത്തിൽ ഭഗവാന്റെ വിഗ്രഹം പൂർണ്ണമാവണമെങ്കിൽ, ഇങ്ങനെ കാലുകളൊക്കെ പിണച്ച് ഇരിക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം പൂർണ്ണമാവണമെങ്കിൽ അവിടെ ഓടക്കുഴൽ വേണം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒക്കെ ഭഗവാന്റെ കുറൂരമ്മയെ പോലെയാണ് കേട്ടോ. ഭഗവാനെ സ്വന്തം മകനെ പോലെ ഭഗവാനിൽ അലിഞ്ഞ് ജീവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരുപാട് കൃഷ്ണാനുഭവങ്ങളിൽ അവർക്കുണ്ടായിരിക്കും. അപ്പം ഞാൻ ചേച്ചിയോട് ഇങ്ങനെ പറയണ്ടായി, ചേച്ചി എനിക്ക് ഒരു കൃഷ്ണാനുഭവം പറയണേ, എൻ്റെ ചാനലിൽ പറയാനാണെന്നൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു സമയമാവട്ടെ അപ്പോൾ പറയാമെന്നൊക്കെ. അപ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു ചർച്ച വരുന്നത്, ഭഗവാന് ഓടക്കുഴൽ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ച വരുന്നത്. അപ്പോൾ ചേച്ചി പറയുന്നത് ഈ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ്, ഭഗവാന് തീർച്ചയായിട്ടും ഓടക്കുഴൽ വേണം, ഓടക്കുഴൽ ഉണ്ടെങ്കിലേ കൃഷ്ണൻ പൂർണ്ണമാവുള്ളൂ. മനോഹരമായിട്ടുള്ള ഈ ഒരു അനുഭവം പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പങ്കുവയ്ക്കാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയക്കാം, നിങ്ങളുടെ കമൻറ്റുകൾ അയക്കാം, നമുക്ക് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കാം. കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ ഉള്ളിലും വെളിച്ചമാണ് നിറയുന്നത് കേട്ടോ. ഭക്തിയും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. ഭക്തിയുടെ വെളിച്ചം അവരിലേക്ക് കൂടി പകരുകയാണ്, അവരിലും പ്രകാശവും വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നിറയുകയാണ്. അതുകൊണ്ട് ഭഗവാനെ എല്ലാവരും മുറുകെ പിടിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഭഗവാന്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും വിലപ്പെട്ട കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു.